ടെക് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഷോ ലൈറ്റ് ആണ്. നിങ്ങളൊരു പുതിയ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണോ? പുതിയ വീട് വെച്ച ആളാണോ? അതോ വീട് അലങ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണോ? എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കണം. കാരണം വളരെ കുറഞ്ഞ പൈസയിൽ നിങ്ങൾക്ക് ഒരു അടിപൊളി ഷോ ലൈറ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം ഞങ്ങൾ ഓർപ്പിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മുടെ ഷോ ലൈറ്റിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെയുള്ള 3 ഇഞ്ച് സ്ക്വയറിൽ 2.5 ഇഞ്ച് നീളത്തിലുള്ള 2 മരത്തിൻ്റെ പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മരത്തിൻ്റെ പീസുകളിലൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ PVC പീസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ 2 സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഒരു ഷോ ലൈറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുകയെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേയായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് ഇതൊന്ന് മാർക്ക് ചെയ്ത് ചെറിയൊരു ഹോളുകളൊക്കെ ഇട്ടുണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആ പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ PVC പൈപ്പ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ PVC പൈപ്പ് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്രയാണോ നമുക്ക് വേണ്ട അളവ്, ആ അളവിൽ നിന്ന് കുറച്ച് കൂട്ടി വേണം കട്ട് ചെയ്യാൻ. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പൈപ്പ് ചിലപ്പോൾ ചെരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ കറക്റ്റ് ഒരു റൗണ്ടിൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് പേപ്പറിൽ ഉരച്ചൊക്കെ റെഡിയാക്കേണ്ടി വരും. അപ്പോൾ എപ്പോഴും ഒരു ലേശം കൂടുതലിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ ആവശ്യം എന്ന് പറഞ്ഞാൽ 2.5 ഇഞ്ച് നീളത്തിലാണ് ആവശ്യം. അപ്പോൾ ആ 2.5 ഇഞ്ച് കിട്ടാൻ വേണ്ടി നമ്മൾ എപ്പോഴും കുറച്ച് ഒരു മുന്നോട്ട് ഒരു 2-3 മില്ലിമീറ്റർ കൂട്ടിയിട്ടിട്ട് വേണം ഇത് കട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ PVCൻ്റെ പീസുകൾ നമ്മൾ 2 മുറിച്ചെടുത്തു. ഇതിൻ്റെ റൗണ്ടുകളൊന്നും നമുക്കിപ്പോൾ കറക്റ്റായിട്ടല്ല കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു എമരി പേപ്പറിൽ ഇട്ടിട്ട് ഇത് റബ്ബ് ചെയ്തിട്ട് ഇത് കറക്റ്റ് റൗണ്ടാക്കി എടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ മുറിച്ച് വെച്ചിരിക്കുന്ന ഈ മരത്തിൻ്റെ പീസുകളും നമുക്ക് ഹോൾ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ 2 പീസ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രില്ല് ഉപയോഗിച്ച് ഇത് ഹോൾ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ മരത്തിൻ്റെ 2 പീസും നമ്മൾ പറഞ്ഞ പോലെ തുളച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ സൈഡ് ഭാഗത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനുകളിൽ ഹോളുകളോ ചിത്രങ്ങളോ എന്നാണ് വരച്ചിട്ട് നമ്മളത് തുളച്ചു കൊടുക്കുക. ഇഷ്ടപ്പെട്ട ആകൃതിയിൽ ഇഷ്ടപ്പെട്ട ഡിസൈൻ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ നമ്മൾ തുളച്ചെടുത്ത ഈ ഫ്രെയിമിലേക്ക് നമ്മൾ ഇനി അടുത്തായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഡിസൈൻ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു ഷീറ്റിൽ നമ്മൾ ഒരു ഡിസൈൻ നമ്മൾ വെട്ടിയെടുത്തിട്ട് ആ ഡിസൈൻ ഇതിൻ്റെ മേളിൽ വെച്ചിട്ട് നമ്മളത് വരച്ചെടുക്കണം. ഇതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും വരച്ചെടുക്കുക. ഇതിപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഈ ഡിസൈൻ തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് ഡിസൈൻ വേണമെങ്കിലും ഇതിലും വരച്ചെടുക്കാം. എന്താണോ കൊടുക്കുന്നത് അതായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു ബട്ടർഫ്ലൈയുടെ ഫ്ലൈ ചെയ്യുന്ന ഒരു ഏകദേശം ഒരു രൂപമാണ് വെച്ചേക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ അടുത്ത ഫ്രെയിമിൽ നമ്മൾ ഏകദേശം ഈ ഒരു മോഡൽ ഒരു V ഷേപ്പിൽ ഒരു ഡിസൈനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ ഓൾറെഡി ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന PVC പൈപ്പിൻ്റെ ബേസിൽ നമ്മൾ ഒരു ഹെലിക്കൽ ഷേപ്പിൽ നമ്മൾ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റേ പീസിൽ നമ്മൾ ഒരു 4 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഒരു 5 പാർട്ട് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പൈപ്പുകളൊക്കെ നമ്മൾ ഹോൾ ചെയ്തെടുക്കാൻ പോവാണ്.
അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ മുറിച്ചെടുത്ത പീസുകൾ, മരത്തിന്റെ പീസുകൾ നമ്മൾ പോളിഷ് ചെയ്തെടുക്കാൻ പോവാണ്. അതേപോലെ PVC പീസുകൾ നമ്മൾ പെയിന്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ മുറിച്ചെടുത്ത പീസുകൾ നമ്മൾ ഇതുപോലെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ക്യാപ്പ് ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ ഉരച്ച് ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കുകയാണ്. നമ്മൾ മുറിച്ചപ്പോൾ ഉണ്ടായിരുന്ന പിസറും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാ പീസും നമ്മൾ ഇതേപോലെ നന്നായിട്ട് റബ്ബ് ചെയ്തെടുക്കുക. അപ്പോൾ പോളിഷ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ഈ മരത്തിൻ്റെ മുറിച്ചെടുത്ത ഈ പീസിൻ്റെ ഉള്ളിൽ നമ്മൾ ചെറുതായിട്ട് ബ്ലാക്കിൻ്റെ ഒരു കോട്ടിങ് കൊടുക്കുന്നുണ്ട്. സമയത്തിനുള്ളിൽ നമ്മുടെ LED-കളുടെ വർക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഷോ ലൈറ്റിന് ആവശ്യമായിട്ടുള്ള LED ബൾബുകൾ നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 3 വാട്ട്സിൻ്റെ LED ബൾബുകളാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ നമ്മളൊരു 4 ഹീറ്റ് സിങ്ക് എടുത്തിട്ടുണ്ട്. കണക്ഷൻ കൊടുക്കാനായിട്ട് നമ്മൾ കുറച്ച് വയറുകളും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ ഹീറ്റ് സിങ്കിൽ നമ്മൾ LED ഫിക്സ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ഈ LED-യുടെ പൊളാരിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ അത് നമുക്ക് ആദ്യം നമ്മൾ ഇതുപോലെ 2 വയർ എടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ പോസിറ്റീവ് പൊളാരിറ്റി വരുന്നത്. അപ്പോൾ നമ്മളിത് ഈ ചെക്ക് ചെയ്ത സാധനം നമ്മളിങ്ങനെ മാറ്റി വെക്കുക. ഇതുപോലെ നമ്മൾ എല്ലാ LED-കളും നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെ പോസിറ്റീവ് സൈഡുകളെല്ലാം ഒരു സൈഡിലേക്ക് വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് മാറ്റി വെക്കുക. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഈ LED ബൾബ് ഏകദേശം 3 വാട്ട്സിൻ്റെ ആണ്. ഏകദേശം 3.6 ആണ് ഇതിൻ്റെ വോൾട്ടേജ് റേഷ്യോ വരുന്നത്. അപ്പോൾ നമ്മളിത് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏകദേശം ആ ഒരു വോൾട്ടേജ് റേഷ്യോയിലുള്ളതായിരിക്കണം. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു SMPS-ൻ്റെ ഔട്ടിൽ നിന്നാണ് ഇതിൻ്റെ കണക്ഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഒരു ഏകദേശം ഒരു 4 വോൾട്ട് വരെ അതിൻ്റെ മേളിലോട്ട് ഉള്ള വോൾട്ടേജ് സോഴ്സുകളൊന്നും ഉപയോഗിക്കരുത്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ LED ബൾബ് അടിച്ചു പോകും. അപ്പോൾ ആ ഒരു റേഞ്ചിലുള്ള വോൾട്ടേജ് സോഴ്സ് ഉപയോഗിച്ചിട്ട് വേണം നമ്മളിത് ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ LED ബൾബ് ഈ ഹീറ്റ് സിങ്കിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ഇതുപോലെ ഒരു സിലിക്കൺ പേസ്റ്റ് എടുത്തിട്ട് ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ LED കത്തുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റ് നമ്മൾ ഈ ഹീറ്റ് സിങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ LED എടുത്തിട്ട് നമ്മൾ ഈ പൊളാരിറ്റി കറക്റ്റായിട്ട് നോക്കിയിട്ട് നമ്മളിതിലേക്ക് വെച്ച് അമർത്തി പിടിക്കുക. എന്നിട്ട് നമ്മളൊരു സോൾഡറിങ് ആണ് ഉപയോഗിച്ചിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡും നമ്മൾ സോൾഡർ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാ ഹീറ്റ് സിങ്കിലേക്കും നമ്മൾ ഈ LED നമ്മൾ സോൾഡർ ചെയ്ത് വെക്കണം. ഇനി നമ്മൾ ഇതുപോലെ 2 വയറുകൾ എടുത്തിട്ട് നമ്മൾ പോസിറ്റീവ് പൊളാരിറ്റിയിലും നെഗറ്റീവ് പൊളാരിറ്റിയിലും നമ്മളിത് സോൾഡർ ചെയ്ത് കൊടുക്കണം. പോസിറ്റീവ് പൊളാരിറ്റിയിൽ ചുവപ്പും നെഗറ്റീവ് പൊളാരിറ്റിയിൽ നമ്മൾ പച്ചയാണ് കൊടുക്കുന്നത്. ഇതെന്താ ഇങ്ങനെ കൊടുക്കുന്നത് വെച്ചാൽ ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ഇതൊക്കെ ഓൾറെഡി വേണമെങ്കിൽ LED-യിൽ ഫിക്സ് ചെയ്തിട്ടും കൊടുക്കാം. അറിയുന്നവർക്ക് അത് സിമ്പിൾ ആയിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ റെഡ് കളർ വയർ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ പോസിറ്റീവ് പൊളാരിറ്റിയിൽ വെച്ചിട്ട് വെറുതെ ഈ സോൾഡറിങ് വെച്ചിട്ടൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കുന്നു. അതേപോലെ നമ്മൾ നെഗറ്റീവ് വയർ എടുത്തിട്ട് ഇതിൻ്റെ നെഗറ്റീവ് പൊളാരിറ്റിയിലും ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കും. ഇതുപോലെ നമ്മൾ ഈ ബാക്കിയുള്ള 3 LED-കളും നമ്മൾ സോൾഡർ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ LED-കളെല്ലാം നമ്മൾ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ LED-യുടെ വർക്കുകൾ നമ്മൾക്കിപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് ഇനി നമ്മൾ നമ്മുടെ ഫ്രെയിമിനകത്ത് ഫിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ നമ്മൾ ഈ സോൾഡർ ചെയ്തെടുത്ത LED നമ്മൾ ഈ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചേക്കുന്ന പീസിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പശ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒട്ടിച്ചെടുത്ത പോലെ നമ്മുടെ എല്ലാ ഫ്രെയിമുകളിലും നമ്മൾ ഈ സോൾഡർ ചെയ്ത LED നമ്മൾ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ എല്ലാ ഫ്രെയിമുകളിലും നമ്മൾ സോൾഡർ ചെയ്ത LED നമ്മൾ പൊട്ടിച്ചെടുത്തു. ഇനി നമ്മൾ ഇതിനകത്ത് ഫിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ ഒട്ടിച്ചെടുത്ത LED നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇതുപോലെ വയർ ഉള്ളിലേക്ക് ഇറക്കിയതിന് ശേഷം മുകളിൽ ഇറക്കി വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് സൂപ്പർ ഗ്ലൂ എന്തെങ്കിലും പശ ഉപയോഗിച്ച് വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കുകയും ചെയ്യാം. അഥവാ ഇനി അതല്ല നമുക്ക് ഇവിടെ LED-യുടെ കളറുകൾ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഇതുപോലെ തന്നെ വെച്ചിരുന്നാലും മതി. ഇതിപ്പോൾ ഇതിനകത്ത് നല്ല ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി അഥവാ നമ്മൾ ഈ പീസ് ഇറക്കി വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ലൂസ് ആണെന്ന് കാണുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഡബിൾ സൈഡ് സ്റ്റിക്കറിൻ്റെ ചെറിയ പീസുകൾ മുറിച്ചെടുത്ത് ഇതുപോലെ നമ്മൾ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ ഇറക്കി വെക്കുകയാണെങ്കിൽ ആ സ്റ്റിക്കറിൽ തടഞ്ഞത് അവിടെ തന്നെ നിൽക്കുമായിരിക്കും. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ഗ്ലൂ ഗണ്ണോ അതുപോലെ സൂപ്പർ ഗ്ലൂ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇത് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ എല്ലാ ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമ്മൾ LED ലൈറ്റ് ഫിക്സ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ 2 വയറുകൾ ഇങ്ങനെ അടിയിലേക്ക് തൂങ്ങി കിടക്കുന്നുണ്ടാവും. ഈ വയർ നമുക്ക് ഈ ഫ്രെയിമിനോട് ചേർത്ത് വെച്ചിട്ട് എന്തെങ്കിലും ഗ്ലൂ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്കിതിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ട് ശേഷം
നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രെയിമിന്റെ സെന്ററിൽ നമ്മളൊരു ഹോൾ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഹോളിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഈ വയർ രണ്ടും പുറത്തേക്ക് എടുക്കണം. അപ്പോൾ നമ്മുടെ ഷോ ലൈറ്റിന്റെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. LED കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് അറിയേണ്ടത് ഇത് ഓൺ ആക്കി എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണുള്ളതെന്നാണ്. അപ്പോൾ നമുക്കിത് ഓൺ ആക്കിയിട്ട് ഇതിന്റെ ഷോ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഗൈസ് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഈ LED വർക്ക് ചെയ്യുന്നത് DC കറണ്ടിലാണ്. അതായത് 3 വോൾട്ട് 3.5 വോൾട്ടേജാണ് നമ്മുടെ LED വോൾട്ടേജ് റേഷ്യോ. അപ്പോൾ നിങ്ങൾ എപ്പോൾ കൊടുക്കുമ്പോഴും നമ്മുടെ കയ്യിൽ ഒരു 3.5 വോൾട്ടിൻ്റെ ഒരു ഡ്രൈവോ അല്ലെങ്കിൽ 3.5 വോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ PVC ഉണ്ടാക്കിയെടുത്ത മോഡല്. ഈ PVC ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ല അടിപൊളിയായിട്ട് നമ്മൾ മരത്തിൽ ഉണ്ടാക്കിയെടുക്കുക. അതാവുമ്പോൾ ലൈറ്റിലല്ലാതെ ഇരിക്കുന്ന സമയത്തും ആ വുഡിന്റെ ഫിനിഷിംഗ് കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടിരിക്കും. ഇത് നമ്മൾ PVC ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതിന്റെ പെർഫോമൻസ് ആണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ വുഡിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. കുറച്ച് അധ്വാനം കൂടുതലാണെങ്കിൽ തന്നെ ഓഫ് സമയത്താണെങ്കിലും ഓൺ സമയത്താണെങ്കിലും എപ്പോഴും അതിൻ്റെതായ ആ വുഡിന്റെ ഷോയും ആ ലൈറ്റിന്റെ ഷോയും എപ്പോഴും നമുക്ക് മുൻകൂട്ടി കിട്ടുക അഡ്വാൻസ് ആയിട്ട് കിട്ടുക നമ്മൾ എപ്പോഴും വുഡിലുണ്ടാക്കിയെടുക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട PVC ഉണ്ടാക്കിയത് നോക്കാണ്. ഇത് നമ്മൾ മരത്തിലുണ്ടാക്കിയിട്ടു. അപ്പൊ എപ്പോഴും നമ്മൾ നല്ല മരത്തിനുള്ള ഷോകരമായിട്ട് ഉണ്ടാക്കാൻ ഇതുപോലെയുള്ള ഡിസൈനുകളൊക്കെ വെട്ടിയെടുത്ത് നമ്മൾ അടിപൊളിയായിട്ട്, അതായത് 600-700 രൂപയ്ക്ക് വാങ്ങിച്ച് നമ്മൾ സെറ്റ് ചെയ്തതിനേക്കാളും നല്ല അടിപൊളി ഷോലായിട്ട് നമുക്ക് വെറും 30 രൂപയിൽ താഴെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ബട്ടർഫ്ലൈയുടെ മോഡലിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസ്. ശരിക്കും ഒരു ബട്ടർഫ്ലൈ ഫ്ലൈ ചെയ്യുന്ന പോലെയുള്ള ഒരു മോഡലിൽ എനിക്ക് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടാം. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ മോഡലുകളാണല്ലോ. വളരെ കുറഞ്ഞ പൈസയ്ക്ക് നമ്മുടെ വീടിന്റെ പുറം എല്ലാം നമുക്ക് വളരെ അടിപൊളിയാക്കി മാറ്റാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള മോഡലുകളാണിത്. നമ്മുടെ ഷോ ലൈറ്റിന്റെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. നമ്മൾ വിചാരിച്ച പോലെയല്ല, അല്ല അടിപൊളി പെർഫോമൻസ് ആണ് നമ്മൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഷോ ലൈറ്റ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ 500 രൂപ തൊട്ട് ഏകദേശം 2000 രൂപ വരെ നമുക്ക് ഏകദേശം ഇതിന് വില കൊടുക്കേണ്ടതായിട്ട് വരും. വളരെ നിസ്സാരമായ പൈസയ്ക്ക് ഏകദേശം ഒരു 30 രൂപയിൽ താഴെ ചിലവിൽ നമുക്ക് ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ഷോ ലൈറ്റുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, നമ്മളാകെ ഒരു തവണ മാത്രമാണ് നമ്മളിത് പോളിഷ് ചെയ്തത്. കാരണം നമുക്ക് സമയക്കുറവിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം നല്ല രീതിയിൽ പോളിഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന പ്രൊഡക്റ്റിനേക്കാളും നല്ല ക്വാളിറ്റിയിൽ നമുക്കിത് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ വല്ല ഞങ്ങൾ എഴുതി വയ്ക്കുക. കാരണം വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ ചോദിക്കുക, ഞങ്ങൾ ഉറപ്പായിട്ടും അതിന് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേട്ട് ഒരു കാര്യം കൂടെ, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ആവശ്യമാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നോളം വരെ ഗുഡ് ബൈ.